സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വം നിർണയിക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. മറ്റു ജില്ലകൾക്കൊപ്പം പത്തനംതിട്ട ജില്ലയിലും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ചങ്കിടിപ്പ് വർദ്ധിക്കുന്നത്. നിലവിലെ ആറന്മുള അടൂര് മണ്ഡലം ജില്ലയിലെ ചെന്നീർക്കര കേന്ദ്ര വിദ്യാലയത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവല്ലായും റാന്നിയും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണ്. കോന്നി മാത്രം മലയാലപ്പുഴ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിന്റെ വോട്ടെണ്ണലിന്റെ പുരോഗമനങ്ങളെല്ലാം ജില്ലാ പോലീസ് മേധാവി എസ് ആനന്ദും ജില്ലാ കളക്ടർ എസ് പ്രേമകൃഷ്ണനും മാധ്യമങ്ങളോടൊപ്പം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ കഴിഞ്ഞ 2021 LDF-ന് മേൽക്കൈ നേടിയ പത്തനംതിട്ട ജില്ല ഇക്കുറി മറിയുമോ എന്നാണ് നോക്കേണ്ടത്. വർഷങ്ങളായി UDF-ന്റെ കോട്ടയായിരുന്ന ഈ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങൾ, അതായത് റാന്നിയും അടൂരും കോന്നിയും ആറന്മുളയും തിരുവല്ലായും തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോളിന്റെ പ്രവചനങ്ങളും അതനുസരിച്ച് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വോട്ടിംഗ് പാറ്റേണും ഒക്കെ നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി ആറന്മുള നിയോജക മണ്ഡലം മാറിയിട്ടുണ്ട്. നിലവിലെ MLA-യും സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും ഒപ്പം തന്നെ വീണ ജോർജിനെ എതിരിടാൻ UDF യുവതുർക്കിയായി രംഗത്ത് ഇറക്കിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് അബിൻ വർക്കി. ഇവർക്ക് രണ്ടുപേർക്കും എതിരാളിയായി BJP-യുടെ ദേശീയ മുഖമായ കുമ്മനം രാജശേഖരനാണ്. അങ്ങനെ 3 പേരും കൂടെയുള്ള തീവ്രമായിട്ടുള്ള ഒരു മത്സരമാണ് ആറന്മുളയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് BJP-യുടെ വോട്ടുകൾ തീരുമാനിക്കും LDF-നാണോ UDF-നാണോ അനുകൂലമെന്ന്. പക്ഷെങ്കിൽ എക്സിറ്റ് പോളുകളൊന്നും 3 മുന്നണികളും അംഗീകരിക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന വേളയിലാണ് തിരുവല്ലയിൽ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ UDF-ന്റെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് വർഗീസ് മാമൻ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ദീർഘകാലം മണ്ഡലത്തിലെ MLA-ആയും മന്ത്രിയായും പരിചയമുള്ള അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. BJP-യുടെ ദേശീയ മുഖമായ അനൂപ് ആന്റണിയാണ് BJP-യുടെ ദേശീയ മുഖമായിട്ടുള്ള തിരുവല്ലയിൽ മത്സരിക്കുന്നത്. തുടർന്ന് റാന്നിയിലാകട്ടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ നിലവിലെ MLA ആണ്. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ UDF-ലെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് പഴകുളം മധു. ഇവിടെ BJP-ക്ക് സീറ്റ് വെച്ചുമാറിയപ്പോൾ സംസ്ഥാനത്ത് 2020-ക്ക് കൊടുത്ത ഒരു സീറ്റാണ് റാന്നിയിൽ. സാമുവൽ കെ തോമസ് ആണ് 2020-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കോന്നിയിലാണ് ഏറ്റവും കൂടുതൽ മത്സരം ശ്രദ്ധയാകർഷിക്കുന്നത്. നിലവിലെ MLA-ആയ അഡ്വക്കേറ്റ് K ജനീഷ് കുമാർ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ DCC പത്തനംതിട്ട ജില്ലയുടെ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലും BJDS-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJDS-ന്റെ ഘടകകക്ഷിയായിട്ടുള്ള BJP-യുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJS-ന് സുന്ദരേശനാണ് അവിടെ മത്സരിക്കുന്നത്. പിന്നെയാണ് സംവരണ മണ്ഡലമായ അടൂരിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത്. CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PG കണ്ണനും അതുപോലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശാന്തകുമാറും പിന്നെ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പന്തളം പ്രതാപനുമാണ് മത്സരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനം ഉറ്റുനോക്കുന്ന 5 മണ്ഡലങ്ങൾ, അതായത് UDF വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ, 3ാം പിണറായി സർക്കാരിനുള്ള ഒരു തുടർച്ചയാകുമോ പത്തനംതിട്ട ജില്ല എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.